അസസ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വലാണ് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു പ്രോബ്ലം നോക്കുക. ഇല്ലസ്ട്രേഷൻ 8 ആണ്. മിസ്റ്റർ വാസുദേവൻ ഈസ് എ ഗവൺമെൻറ് എംപ്ലോയി ഡ്രോയിങ് എ മന്ത്ലി സാലറി ഓഫ് 8,750. അപ്പോൾ ആദ്യം നോക്കേണ്ടത് ഗവൺമെൻറ് എംപ്ലോയി ആണ്. ഗവൺമെൻറ് എംപ്ലോയി ആകുന്ന സമയത്ത് അവിടെ എൻ്റർടൈൻമെൻറ്റ് അലോവൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് നോക്കാനുണ്ടാകും. അപ്പോൾ അത് ആദ്യം നോട്ട് ചെയ്യേണ്ടത് വെദർ ഗവൺമെൻറ് എംപ്ലോയി ആണോ അതല്ലെങ്കിൽ പ്രൈവറ്റ് എംപ്ലോയി ആണോ എന്നുള്ളതാണ്. അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയി ആണ് ആൻഡ് മന്ത്ലി സാലറി എന്ന് പറയുന്നത് 8,750 ആണ്. ഹി ഈസ് ഓൾസോ ഗെറ്റിംഗ് DA 4,000 പെർ മന്ത്. അത് ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് അതൊന്നും പറഞ്ഞിട്ടില്ല, DA എന്നേ പറഞ്ഞിട്ടുള്ളൂ. ദെൻ ഹി ഈസ് ഓൾസോ ഡ്രോയിങ് ആൻ എൻ്റർടൈൻമെൻറ്റ് അലോവൻസ് ഓഫ് 2,000 പെർ മന്ത്. അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയി ആവുന്ന സമയത്ത് എൻ്റർടൈൻമെൻറ്റ് അലോവൻസിന് നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അതായത് സെക്ഷൻ 16 നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം സാലറി ഹെഡിൽ നിന്ന്. അതർ പെർക്വിസിറ്റ് എൻജോയ്ഡ് ബൈ ഹിം എമൗണ്ടിങ് ടു 1,500 പെർ മന്ത്. ബാക്കി എല്ലാ പെർക്വിസിറ്റും കൂടെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടില്ല. എല്ലാ പെർക്വിസിറ്റും കൂടെ ടോട്ടൽ 1,500 പെർ മന്ത് ആണ് വന്നിട്ടുള്ളത്. അത് ടാക്സബിൾ ആണ്. ഹി ഹാസ് അലൗഡ് എ ടോട്ടൽ എമൗണ്ട് ഓഫ് 20,000 ആസ് കൺവെയൻസ് അലോവൻസ്. കൺവെയൻസ് അലോവൻസിൻ്റെ കേസ് നമുക്ക് ആക്ച്വലി എത്ര ഇൻകർ ആയിട്ടുണ്ടോ അത്രയും നമുക്ക് എക്സംപ്റ്റഡ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുക. കൺവെയൻസ് ആദ്യം നമ്മൾ അലോവൻസസിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ 20,000 കൺവെയൻസ് അലോവൻസ് കിട്ടിയിട്ടുണ്ട്, വിച്ച് വാസ് ടോട്ടലി യൂസ്ഡ് ഫോർ ഡിസ്ചാർജിങ് ഹിസ് ഒഫീഷ്യൽ ഡ്യൂട്ടീസ്. അപ്പോൾ ആ കൺവെയൻസ് അലോവൻസ് മുഴുവനായിട്ട് ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആക്ച്വലി ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ നമുക്ക് ടാക്സബിൾ ആയിട്ടുള്ള ഒന്നും ഉണ്ടാവില്ല. യൂസ് ചെയ്യാത്ത പോർഷൻ മാത്രമേ അതിൽ ടാക്സബിൾ ആയിട്ട് മാറുള്ളൂ. അപ്പോൾ ഇതിൽ 20,000 അയാൾ യൂസ് ചെയ്തതുകൊണ്ട് അത് ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എടുക്കേണ്ട കാര്യമില്ല. ഹി ഈസ് ഓൾസോ പെയ്ഡ് പ്രൊഫഷണൽ ടാക്സ് ഓഫ് 1,200 ഇൻ ദ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ. പ്രൊഫഷണൽ ടാക്സും സെക്ഷൻ 16 ഡിഡക്ഷൻ ക്ലെയിം ചെയ്യുന്നതാണ് സാലറി ഹെഡിന്. ഹി സ്പെൻഡ് 15,000 ഓൺ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹിസ് ബ്രദർ ഹു ഈസ് ഹാൻഡിക്യാപ്ഡ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് ഓൺ ഹിം ഫോർ സപ്പോർട്ട്. അപ്പോൾ ഈ സാലറി ഹെഡ് മാത്രമേ ഇതിലുള്ളൂ, വേറെ ഹെഡ്സിലുള്ള ഇൻകൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. നെക്സ്റ്റ് ഈ പറഞ്ഞിട്ടുള്ളത് ഡിഡക്ഷനാണ്. ETC മുതലുള്ള ഡിഡക്ഷൻ്റെ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഡിപ്പെൻഡൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഫിക്സഡ് ആയിട്ടുള്ളൊരു എമൗണ്ടാണ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്, അതായത് 75,000. ബാക്കിയുള്ളതിലൊക്കെ ആക്ച്വലി ഇൻകർ ചെയ്തിരിക്കുന്നതോ അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു സീലിംഗ് ഉണ്ടാകും, അതോ ആയിരിക്കും നമുക്ക് കിട്ടുക. അത് വിച്ച് ഈസ് ലെസ് എന്നുള്ളതാണ് ബാക്കിയുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ കേസിലൊക്കെ നമുക്ക് കിട്ടുന്നത്. ബട്ട് ഹാൻഡിക്യാപ്ഡ് ഡിപ്പെൻഡൻറ്റിൻ്റെ കേസാകുമ്പോൾ 15,000 25,000 30,000 എത്രയാണ് ഇവർക്ക് ഇൻകർ ചെയ്തതെന്നുള്ളത് നോക്കേണ്ട ആവശ്യമില്ല. 75,000 എന്നുള്ള ഒരു ഫിക്സഡ് എമൗണ്ടാണ് നമുക്കിവിടെ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. സീനിയർ സിറ്റിസൺ ആവുന്ന സമയത്ത് സീനിയർ സിറ്റിസൺ അല്ല, അതിൻ്റെ കുറച്ചുകൂടെ ഹൈ ലെവലുള്ള അല്ലെങ്കിൽ സ്റ്റേജ് കൂടുതലുള്ള ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1,25,000 കിട്ടും. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ മാത്രമേ എടുക്കേണ്ടതുള്ളൂ. നോർമൽ കേസിൽ 75,000 ആണ് ഹാൻഡിക്യാപ്ഡ് ഡിപ്പെൻഡൻറ്റിന് കിട്ടുന്നത്. സിവിയർ ആവുന്ന കേസിൽ 1,25,000 കിട്ടും. ദെൻ ഹി കോൺട്രിബ്യൂട്ടഡ് 1,500 പെർ മന്ത് ടു GPF അക്കൗണ്ട്. GPF അക്കൗണ്ട് പറയുമ്പോൾ ജനറൽ പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് 1,500 കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതും എന്താണ് ETCയിൽ ഡിഡക്ഷൻ കിട്ടുന്നതാണ്. ഹി ഓൾസോ പെയ്ഡ് 12,000 ടുവേർഡ്സ് ഹിസ് ഇൻഷുറൻസ് പ്രീമിയം. അത് ETCയിൽ തന്നെ കിട്ടുന്നതാണ്. അത് പെർ മന്ത് അല്ല, ടോട്ടൽ എമൗണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് കാൽക്കുലേറ്റ് ടാക്സ് ലയബിലിറ്റി. അപ്പോൾ ആകെ ഒറ്റ ഹെഡ് ഓഫ് ഇൻകേ ഉള്ളൂ, അതൊന്ന് ഡിഡക്ഷൻസ് ലെസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു ഗവൺമെൻറ് എംപ്ലോയി ആണ്. അപ്പോൾ ആൻസർ എങ്ങനെ വരും? സാലറി നമ്മൾ ഇയറിലേക്ക് കൺവേർട്ട് ചെയ്തു. DA പറഞ്ഞിട്ടുണ്ട്. ദെൻ എൻ്റർടൈൻമെൻറ്റ് അലോവൻസ് ഉണ്ട്. കൺവെയൻസ് അലോവൻസ് എടുക്കേണ്ട കാര്യമില്ല, അത് നമ്മൾ ഫുള്ളി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ പെർക്വിസിറ്റ് ഉണ്ട്. പെർക്വിസിറ്റ് ഇത്രയാണ് നമുക്ക് സാലറി ഹെഡിൽ വന്നിട്ടുള്ള ഇൻകം. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസ് സാലറി കിട്ടും 1,95,000. ദെൻ സാലറി ഹെഡ് എന്നുള്ള ഡിഡക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 16 ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ വരുന്നത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ടാകും. ദെൻ പ്രൊഫഷണൽ ടാക്സ് ഓർ എംപ്ലോയ്മെൻറ്റ് ടാക്സ് ഉണ്ടായിരിക്കും. ആൻഡ് ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് അലോവൻസും അവിടെ ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. അത് ഫുള്ളി അല്ല, നമുക്കതിൻ്റെ എമൗണ്ട് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ പ്രൊഫഷണൽ ടാക്സ് പറഞ്ഞിട്ടുണ്ട് 1,200, അതുപോലെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000. അത് രണ്ടും നമുക്കറിയാം. എൻ്റർടൈൻമെൻറ്റ് അലോവൻസ് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടെത്തണം. അതെങ്ങനെയാണ്?
3 കണ്ടീഷനാണ് നമുക്ക് നോക്കേണ്ടത്. ആക്ച്വൽ എമൗണ്ട് എത്രയാണ്? ഓക്കെ, ആക്ച്വൽ എമൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? എൻ്റർടൈൻമെൻറ്റ് അലവൻസ് 24,000 ആണ്. ദെൻ 5,000 എമൗണ്ട്, 5,000 എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ട് ആണ്. ഫിക്സഡ് എമൗണ്ട് ആണ് 5,000. ദെൻ ആക്ച്വൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, ദെൻ 20% ഓഫ് സാലറി അല്ലെങ്കിൽ 1/5 ഓഫ് സാലറി. ഇത് മൂന്നാണ് നമ്മൾ കാണേണ്ടത്. 1/5 ഓഫ് സാലറി എന്ന് പറയുമ്പോൾ സാലറി എത്രയാണ്? 1,05,000 ആണ്. 1,05,000 20% അല്ലെങ്കിൽ 1/5 കണ്ടാൽ മതി. അതെത്രയാണ്? 21,000 ആണ്. ദെൻ 5,000 അത് ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ്. മൂന്നാമത്തത് ആക്ച്വൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് 24,000. ഈ മൂന്നെണ്ണത്തിലും ലീസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 5,000 ആണ്. 24,000, 21,000, 5,000. ലീസ്റ്റ് എമൗണ്ട് 5,000 ആണ്. സോ 5,000 ആണ് നമുക്ക് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എന്ന് പറഞ്ഞിട്ട് ഡിഡക്റ്റ് ചെയ്യാവുന്നത്. അത് നമ്മൾ ഗ്രോസ് സാലറി കാണുമ്പോൾ അല്ല ചെയ്യേണ്ടത്. ഗ്രോസ് സാലറി കണ്ടു കഴിഞ്ഞ് ഡിഡക്ഷൻസ് മൈനസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ എൻ്റർടൈൻമെൻറ്റ് അലവൻസിൻ്റെ എത്രയാണ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാന്നുള്ളത് കണ്ടെത്തിയിട്ട് മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് മൂന്നും ഗ്രോസ് സാലറിയിൽ നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് എത്രയാണ് ടാക്സബിൾ സാലറി എന്നുള്ളത് കിട്ടും. ദെൻ അതിൽ ATC എന്നുള്ള ഡിഡക്ഷൻ ഉണ്ട് 30,000. 30,000 വന്നിട്ടുള്ളത് അതിൽ എന്തൊക്കെ എമൗണ്ട് ഇൻക്ലൂഡഡ് ആ? ഈ ജനറൽ പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കുള്ള 1,500 പെർ മന്ത്, അത് നമ്മൾ 12 കൊണ്ട് ഇൻറ്റു ചെയ്താൽ അതും പ്ലസ് 12,000 ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്തിരിക്കുന്നതും ഉണ്ട്. ഇത് രണ്ടും കൂടിയാണ് 30,000 വരുന്നത്. ദെൻ 80DD ഹാൻഡിക്യാപ്ഡ് ഡിപ്പെൻഡൻറ്റിൻ്റെ കേസിൽ നമുക്ക് എമൗണ്ട് പറഞ്ഞിട്ടുള്ളത് 15,000 ആണെങ്കിലും നമുക്ക് ഫിക്സഡ് ആയിരിക്കുന്ന 75,000 എമൗണ്ട് ആണ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാവുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ നമുക്ക് ആ ഒരു ഡിഡക്ഷനും കൂടെ കുറച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഇൻകം കിട്ടും. അത് എത്ര മാത്രമേ ഉള്ളൂ? 33,800 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ടാക്സ് ലയബിലിറ്റി നില്ലാണ്. ഇവിടെ എന്തില്ല? 2,50,000 എബവ് പോകുന്നില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. മിസ്റ്റർ ചന്ദ്രബാനു ഈസ് വർക്കിംഗ് ഇൻ എ കമ്പനി അറ്റ് കൊച്ചി. മെട്രോ സിറ്റി ആണോ അല്ലേ എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യാനാണ് കൊച്ചി എന്നിട്ടുള്ളത്. ഹി ഫർണിഷസ് യു ദ ഫോളോയിങ് ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ഹിസ് ഇൻകം ഫോർ ദ പ്രീവിയസ് ഇയർ 2023-24. സാലറി 4,800 പെർ മന്ത്. ബോണസ് ഈക്വൽ ടു 3 months സാലറി. അതായത് 4,800 പെർ മന്ത് ആണെങ്കിൽ 4,800 ഇൻറ്റു 3 ചെയ്താൽ 3 month ചെയ്താൽ നമുക്ക് ബോണസ് കിട്ടും. ദെൻ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഉണ്ട് 6,675. ഇത് ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, ഗവൺമെൻറ് അല്ല. അപ്പോൾ അത് നമുക്ക് ഡിഡക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, സാലറീൻ്റെ കൂടെ ആഡ് ചെയ്താൽ മാത്രം മതി. ദെൻ റിസീവ്ഡ് ഹൗസ് റെൻറ്റ് അലവൻസ് ഓഫ് 1,500 പെർ മന്ത്. HRA 1,500 കിട്ടുന്നുണ്ട്. ബട്ട് ഹീ പെയ്ഡ് മന്ത്ലി റെൻറ്റ് ഓഫ് 1,800. അപ്പോൾ നമ്മൾ HRA കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇയാൾ പേ ചെയ്യുന്ന റെൻറ്റ് എമൗണ്ട് മൈനസ് ചെയ്യണം. Then his personal medical bill of 14,000 was reimbursed by the employer. അതെന്താണ്? പെർക്വിസിറ്റിൽ വരുന്നതാണ്. അയാളുടെ മെഡിക്കൽ ബില്ല് എംപ്ലോയർ റീഇംബേഴ്സ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് ടാക്സബിൾ ആയിട്ട് മാറും 14,000. He has admitted in a private nursing home for his treatment. The employer is not the owner of the hospital. എംപ്ലോയറുടെ ഹോസ്പിറ്റൽ അല്ല, മറ്റൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ളത്. Then he paid 1,000 as professional tax. പ്രൊഫഷണൽ ടാക്സ് സാലറി നമ്മൾ മൈനസ് ചെയ്യേണ്ടതാണ്. ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്തിൽ വരേണ്ടതാണ്? അതർ സോഴ്സിൽ വരുന്നതായിട്ടാണ് ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ദെൻ ഇൻകം ഫ്രം യൂണിറ്റ് ഓഫ് ദ UTI, അതും എന്താണ്? 6,000 ഗ്രോസ് എമൗണ്ട് ആണ് പറഞ്ഞിട്ടുള്ളത്. അതും എന്താണ്? UTIന്ന് ഉള്ള ഇൻകം എന്ന് പറയുന്നത് അതർ സോഴ്സിൽ വരുന്നതാണ്. ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ് റിസീവ്ഡ് 3,800, അതും അതർ സോഴ്സിൽ വരുന്നതാണ്. ദെൻ ഹി കോൺട്രിബ്യൂട്ടഡ് 6,000 ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. ഹിസ് എംപ്ലോയർ ഓൾസോ കോൺട്രിബ്യൂട്ട് ആൻ ഈക്വൽ എമൗണ്ട്. 6,000 റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിപ്പോഴാണ് നമുക്ക് ATCയിൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ് 6,000 എന്ന് പറയുന്നത്. ഹിസ് എംപ്ലോയർ ഓൾസോ കോൺട്രിബ്യൂട്ട് ഈക്വൽ എമൗണ്ട്. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു RPF റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത് സാലറി കാണുന്ന സമയത്ത് നമ്മൾ ഡിഡക്റ്റ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡൻറ്റ് RPF എന്ന് പറയുന്നത് നമുക്ക്
എമൗണ്ട് കാണേണ്ടതാണ്, ഡിഡക്റ്റ് ചെയ്യാവുന്ന ഒരു ഐറ്റമാണ് സാലറിയിൽ നിന്ന്. ദെൻ ഹി ഓൾസോ പെയ്ഡ് 6,000 ടുവേർഡ്സ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം എവിടെ വരുന്നതാ? ഡിഡക്ഷനാണ്, ATCത്തെ ഡിഡക്ഷനാണ്. ദെൻ ഡൊണേഷൻ പെയ്ഡ് ടു പ്രൈം മിനിസ്റ്റർ ഡ്രോട്ട് റിലീഫ് ഫണ്ട് 2,500, ATG ഡിഡക്ഷനാണ്. ഡൊണേഷൻ പെയ്ഡ് ടു ഗവൺമെൻറ് ഫോർ ദ പ്രൊമോഷൻ ഓഫ് ഫാമിലി പ്ലാനിങ് എമൗണ്ട് 2,000, അതും ATG ഡിഡക്ഷനാണ്. ഇത്രയാണ് ഐറ്റംസ് ഉള്ളത്. ആൻഡ് ഓപ്ഷണൽ ടാക്സ് റെജീമിനാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷണൽ ടാക്സ് റെജീം ആൻസറിൽ കുറച്ച് അധികം ഇൻഫർമേഷൻ ഉണ്ട്, ഓരോന്ന് നോക്കുക. സാലറി 4,800 പെർ മന്താണ്, 57,600 ടോട്ടൽ. ദെൻ ബോണസ് പറഞ്ഞിട്ടുള്ളത് സാലറി 3 മന്ത് സാലറിയാണ് ബോണസ് ആയിട്ട് കിട്ടുന്നത്. അതായത് 4,800 ഇൻറ്റു 3, 14,400. ദെൻ എൻ്റർടൈൻമെൻറ്റ് അലോവൻസ് ഉണ്ട്, ഹൗസ് റെൻ്റ് അലോവൻസ് ഉണ്ട്. ഹൗസ് റെൻ്റ് അലോവൻസ് എന്ന് പറയുമ്പോൾ നമുക്കതിൽ എമൗണ്ട് കാണണം. HRൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് വരിക? ഇത് നോക്കുക. HRA എന്ന് പറയുന്നത് ആക്ച്വൽ HRA റിസീവ് ചെയ്തിരിക്കുന്നതോ ഫോർ എക്സസ് ഓഫ് റെൻറ്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറി ഓർ 40% ഓഫ് സാലറി, അതിലേതാണോ ലോവർ എമൗണ്ട് അതാണ് നമുക്ക് HRAന്ന് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ അത് നോക്കുക. HRA റിസീവ്ഡ് 18,000 ആണ്. ദെൻ എക്സസ് ഓഫ് റെൻറ്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറി. റെൻ്റ് എത്രയാണ് പേ ചെയ്തതെന്നുള്ളത് ക്വസ്റ്റ്യൻ നോക്കുക. റെൻറ്റ് പേ ചെയ്തിരിക്കുന്നത് 21,600 രൂപയാണ്. മൈനസ് 10% ഓഫ് സാലറി എത്രയാണ്? സാലറി എന്ന് പറയുന്നത് 57,600 അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ 5,760. സോ എമൗണ്ട് 15,840. ദെൻ 40% ഓഫ് സാലറി 57,600ൻ്റെ 40% എന്ന് പറയുമ്പോൾ 23,040. ഇതിൽ ലീസ്റ്റ് ഓഫ് ദ എമൗണ്ട് എന്ന് പറയുന്നത് 15,840 ആണ്. അതാണ് ഇപ്പോൾ നമ്മളുടെ എക്സംപ്റ്റഡ് HRA എന്ന് പറയുന്നത്. ഇനി അത് ആക്ച്വലി നമുക്ക് കിട്ടിയിരിക്കുന്ന HRA എന്ന് മൈനസ് ചെയ്യുക. 18,000 മൈനസ് 15,840 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 2,160 ആണെന്ന് നമുക്ക് കിട്ടും. ഇതാണ് HRAൻ്റെ എമൗണ്ട്. ഓക്കെ. ദെൻ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡൻറ്റ് ഫണ്ട്. അവിടെ പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ കേസ് പറഞ്ഞിട്ടുള്ളത് 6,000 ആണ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. RPFൻ്റെ കേസിൽ നമ്മൾ നോക്കേണ്ടത് എന്താ? RPFൻ്റെ കേസിൽ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡൻറ്റ് ഫണ്ട് ഇൻ എക്സസ് ഓഫ് 12% ആണെങ്കിൽ ടാക്സബിൾ ആയിട്ട് മാറും. ഇപ്പോൾ നിങ്ങൾ നോക്കുക, സാലറീൻ്റെ 12%, 57,600ൻ്റെ 12% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6,912 6,912. പക്ഷേ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് 6,000 ആണ്. അപ്പോൾ അതിനേക്കാൾ കുറവാണ്. 12%-നേക്കാൾ കൂടുതലാണെങ്കിലേ ടാക്സബിൾ ആയിട്ട് മാറുന്നുള്ളൂ. അപ്പോൾ അത് 12%-നേക്കാൾ കുറവായതുകൊണ്ട് നില്ലായിട്ടാണ് നമ്മൾ കാണിക്കേണ്ടത്, ടാക്സബിൾ ആയിട്ട് മാറുന്നില്ല. ദെൻ ഇത് എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷനാണ്. എംപ്ലോയിൻ്റെത് നമ്മൾ ഡിഡക്ഷനിലാണ് എടുക്കുക. ഇനി റീഇംബേഴ്സ്ഡ് മെഡിക്കൽ ബില്ലാണ്. റീഇംബേഴ്സ്ഡ് മെഡിക്കൽ ബില്ല് എന്ന് പറയുമ്പോൾ അത് പെർക്വിസിറ്റിൻ്റെ ഭാഗമാണ്. സോ 14,000 ടാക്സബിൾ ആണ്. ഇത്രയും കാര്യം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എത്രയാണ് ഗ്രോസ് സാലറി എന്നുള്ളത് കിട്ടും. അതിന് ഡിഡക്ഷൻസ്, സാലറി ഹെഡ് എന്നുള്ള ഡിഡക്ഷൻസ് മൈനസ് ചെയ്യാനുള്ളത് പ്രൊഫഷണൽ ടാക്സ് പറഞ്ഞിട്ടുണ്ട് 1,000. ദെൻ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പറഞ്ഞിട്ടുണ്ട് 50,000. ആൻഡ് ഇതൊരു ഗവൺമെൻറ് എംപ്ലോയി അല്ലാത്തതുകൊണ്ട് നമുക്ക് എൻ്റർടൈൻമെൻറ്റ് അലവൻസിൻ്റെ ഡിഡക്ഷൻ ഇവിടെ കുറയ്ക്കേണ്ട ആവശ്യമില്ല. ടോട്ടൽ ഡിഡക്ഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ടാക്സബിൾ സാലറി എത്ര എന്നുള്ളത് കിട്ടും, 45,260. ദെൻ അടുത്തൊരു സോഴ്സ് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. അതായത് അതിലത്തെ ഐറ്റംസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് തന്നിട്ടുണ്ട്, ആൻഡ് ഇൻകം ഫ്രം UTI തന്നിട്ടുണ്ട്. ഇത് മൂന്നും കൂടി ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ ഇൻകം ഫ്രം അതർ സോഴ്സ് കിട്ടും. ആൻഡ് ഈ രണ്ട് ഹെഡ്സ് ഓഫ് ഇൻകം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് കിട്ടും. വേറെ ഹെഡ് എന്നുള്ള ഇൻകം ഒന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം 59,060 ആണ്. ആൻഡ് അതിൽ നിന്ന് ഡിഡക്ഷൻസ് കുറയ്ക്കാനുള്ളത് നമുക്ക് ഒന്ന് ATGത്തെ ഡിഡക്ഷനാണ് പറഞ്ഞിട്ടുള്ളത്, ഒന്ന് ഫാമിലി പ്ലാനിങ്ങും ഡൊണേഷൻ 2 ഡൊണേഷനാണ് ടു പ്രൈം മിനിസ്റ്റർ ഡ്രോട്ട് റിലീഫ് ഫണ്ടും ആൻഡ് പ്രൊമോഷൻ ഓഫ് ഫാമിലി പ്ലാനിങ്ങും 2 എണ്ണമാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഫാമിലി പ്ലാനിംഗ് എന്ന് പറയുന്നത് 100% ഡിഡക്ഷൻ കിട്ടുന്നതാണ്.
ആൻഡ് ദ അതർ വൺ ഡ്രോട്ട് റിലീഫ് ഫണ്ട് എന്ന് പറയുന്നത് 50% കിട്ടുന്ന ഡിഡക്ഷനാണ്. നിങ്ങൾ ATG ഡിഡക്ഷൻ്റെ കേസ് ഒന്ന് പഠിക്കണം. അതായത് അത് 2-3 തവണ വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഏതൊക്കെയാണ് 50%, 100%, വിത്ത് ലിമിറ്റ്, നോ ലിമിറ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവാം. ഓക്കെ, അപ്പോൾ ഈ 2 ഡിഡക്ഷൻ നമുക്ക് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ATCത്തെ ഡിഡക്ഷനും കൂടെ ഉണ്ട്. കോൺട്രിബ്യൂഷൻ ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് 6,000 എംപ്ലോയീൻ്റെ കോൺട്രിബ്യൂഷനാണ് ഇവിടെ കുറയ്ക്കുന്നത്. ആൻഡ് അതുപോലെ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിലേക്കുള്ള 6,000, ടോട്ടൽ 12,000. ATCയിലത്തെ മാക്സിമം ഡിഡക്ഷൻ 1,50,000 ആണ് എല്ലാ ഐറ്റം കൂടെ ആഡ് ചെയ്ത് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് 12,000 ഉള്ളൂ. അപ്പോൾ ടോട്ടൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 15,250 കിട്ടും. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഇൻകം എത്രയാണെന്നുള്ളത് കിട്ടും. റൗണ്ടഡ് ഫിഗറായിട്ട് 43,810 ആണ് തന്നിട്ടുള്ളത്. വിച്ച് ഈസ് ബിലോ 2,50,000. അതുകൊണ്ട് തന്നെ ടാക്സ് ലയബിലിറ്റി ഈ കേസിൽ വരുന്നില്ല. ഓക്കെ, Mr. Bimal, employee of private company in Mumbai, gives you the following information relating to his income. അതിൽ ഡീഫോൾട്ട് ടാക്സ് റെജീം അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹി ഹസ് ഷിഫ്റ്റഡ് ഔട്ട് ദ ഡീഫോൾട്ട് ടാക്സ് റെജീം എന്നാണ് പറഞ്ഞത്. ഷിഫ്റ്റഡ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇപ്പോഴത്തെ ടാക്സ് റെജീം അല്ല ഫോളോ ചെയ്യുന്നത്, പഴയത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഷിഫ്റ്റഡ് ഔട്ട് ചെയ്തിട്ട് ഇയാൾ പഴയതിലേക്ക് തന്നെ എത്തിയെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ സാലറി ഇൻകം ആയിട്ട് അവിടെ കിട്ടിയിട്ടുള്ളത് 5 lakh ആണ്. ദെൻ കോൺട്രിബ്യൂട്ടഡ് ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് 70,000. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞതുപോലെ തന്നെ എംപ്ലോയീൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അത് നമുക്ക് ഡിഡക്ഷനായിട്ട് ATCയിൽ ക്ലെയിം ചെയ്യാം. എംപ്ലോയർ ഓൾസോ കോൺട്രിബ്യൂട്ട് ഇൻ ഈക്വൽ എമൗണ്ട്. എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഇൻ എക്സസ് ഓഫ് 12% ആണെങ്കിൽ ടാക്സബിൾ ആണ്. അപ്പോൾ സാലറീൻ്റെ 12% കണ്ടിട്ട് അതിനേക്കാൾ കൂടുതലാണോ എന്ന് നോക്കുക. കൂടുതലല്ലെങ്കിൽ അത് ടാക്സബിൾ അല്ല, കൂടുതലാണെങ്കിൽ എക്സ്ട്രാ വന്നിരിക്കുന്ന എമൗണ്ട് ടാക്സബിൾ ആയിട്ട് മാറും. ദെൻ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ടു പ്രൊവിഡൻറ്റ് ഫണ്ട് എത്ര? 9.5%, 1,20,000. അതെന്താ നമ്മൾ ചെയ്യുക? പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ കേസ്, RPFൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ 9.5% വരെ എലവബിൾ ആണ്. അത്ര വരെയാണ് ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അതിലും കൂടുതലാണെങ്കിലാണ് ടാക്സ് അടയ്ക്കേണ്ടത്. അപ്പോൾ ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ നമ്മൾ ആ റേറ്റ് എത്രയാണ് നോക്കുക. 9.5% വരെയാണെങ്കിൽ കുഴപ്പമില്ല. 10% അല്ലെങ്കിൽ 12% ഒക്കെയാണ് ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്ട്രാ ഉള്ള ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് ടാക്സബിളായിട്ട് മാറും. ഓക്കെ, ദെൻ എൻ്റർടൈൻമെൻറ്റ് അലോവൻസ് 8,000 ഉണ്ട്. എൻ്റർടൈൻമെൻറ്റ് അലോവൻസ് എന്ന് പറയുമ്പോൾ ടാക്സബിൾ ആണ്. ദെൻ ട്രാവലിംഗ് അലോവൻസ് ഫോർ ബിസിനസ് ടൂർ 8,000. ബിസിനസ് ടൂർ ആയതുകൊണ്ട് നമുക്കത് എന്ത് ചെയ്യേണ്ട? ടാക്സബിൾ അല്ല, നമ്മൾ ഒഫീഷ്യലി അത് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ കമ്പനി ഹാസ് പ്രൊവൈഡഡ് ഹിം എ റെൻറ്റ് ഫ്രീ ഫേർണിഷ്ഡ് ഹൗസ് ബിലോങ്ങിങ് ടു ദ കമ്പനി. റെൻറ്റ് ഫ്രീ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി അൺഫർണിഷ്ഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യുക. പ്ലസ് 10% കോസ്റ്റ് ഓഫ് ഫർണിച്ചറും കൂടെ ആഡ് ചെയ്യാനുണ്ടാകും. ദെൻ ഗ്രോസ് മുനിസിപ്പൽ വാല്യൂ ഓഫ് ഹൗസ് 3 lakh. മുനിസിപ്പൽ വാല്യൂ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അറിയാം. RFA എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഓഗസ്റ്റ് വരെയുള്ളതും സെപ്റ്റംബർ മുതലുള്ളതും 2 റേറ്റ് ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. കോസ്റ്റ് ഓഫ് ഫർണിച്ചർ 1 lakh ആണ്. അപ്പം കോസ്റ്റ് ഓഫ് ഫർണിച്ചർ 1 lakhൻ്റെ 10% നമ്മൾ ആഡ് ചെയ്യണം. ദെൻ അപ്പാർട്ട് ഫ്രം ദിസ് ഫോളോയിങ് എക്സ്പെൻസസ് വർ മെറ്റ് ബൈ ദ എംപ്ലോയർ. എംപ്ലോയർ മീറ്റ് ചെയ്തിരിക്കുന്ന എക്സ്പെൻസുകൾ എന്ന് പറഞ്ഞാൽ പെർക്വിസിറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അത് കുക്കിൻ്റെ എക്സ്പെൻസും ഗാർഡനറിൻ്റെതും ആൻഡ് ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വാട്ടർ ചാർജസ്, ഇത് 3ഉം ഫുള്ളി ടാക്സബിൾ ആയിട്ട് മാറും. Then he sold shares of limited company for 1,60,000 during the previous year and which he is acquired for 1,24,000 2 months back. അതായത് ഇപ്പോൾ നമ്മൾ ഒരു കമ്പനീൻ്റെ ഷെയർസിൽ ലിസ്റ്റഡ് കമ്പനീൻ്റെ ഷെയർ വിറ്റിട്ടുണ്ട് 1,60,000-ന്. അത് 2 മാസം മുന്നെയാണ് വാങ്ങിയത് 1,24,000-ന്. വിച്ച് മീൻസ് അതൊരു ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ക്യാപിറ്റൽ അസറ്റ് ഏത് വിൽക്കുകയാണെന്നുണ്ടെങ്കിലും എന്തായിട്ട് മാറും? ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് മാറും. അപ്പോൾ അത്രയും ഇൻഫർമേഷനാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇനി അതിൻ്റെ ആൻസർ നോക്കുക. പറഞ്ഞതുപോലെ തന്നെ ഇൻകം ഫ്രം സാലറി ഉണ്ട് 5 lakh. ദെൻ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡൻറ്റ് ഫണ്ട് അപ് ടു 12% വരെ എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുക 5 lakhൻ്റെ
12% എത്രയാണെന്ന് നോക്കുക. 5 ലാഖിൻ്റെ 12% എന്ന് പറഞ്ഞാൽ 60,000 രൂപയാണ് വരിക. ഇവർ അടച്ചിട്ടുള്ളതാണെങ്കിൽ 70,000 രൂപ. എംപ്ലോയറും 70,000 വെച്ചിട്ടാണ് അടച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ 60,000 വരെ എക്സംപ്റ്റഡ് ആണ്. ബാക്കി 10,000 നമ്മൾ ടാക്സബിളായിട്ട് മാറുന്നു. ഓക്കെ. ദെൻ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഉണ്ട് 8,000 ടാക്സബിൾ ആണ്. ദെൻ വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ ഹൗസ്. വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ ഹൗസ് നമ്മളെങ്ങനെ കാണും? സാലറീൻ്റെ മുകളിലാണ് കാണുക. സാലറി എടുക്കുന്ന സമയത്ത് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആൻഡ് DA ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ 5 ലാഖ് പ്ലസ് 8,000 5,08,000 അതിനോട് കൂടെ എന്ത് ചെയ്യണം? ഓഗസ്റ്റ് വരെ ഉള്ളത്, അതായത് ഏപ്രിൽ ടു ഓഗസ്റ്റ് വരെയുള്ള 5 മാസത്തത് നമ്മൾ 15%, സെപ്റ്റംബർ മുതൽ നെക്സ്റ്റ് മാർച്ച് വരെയുള്ള 7 മാസത്തത് 10% വെച്ചിട്ടുമാണ് കാണുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ ഹൗസ് അക്കോമഡേഷൻ എങ്ങനെയാണ് കാണുക എന്നുള്ളത്, RFIൻ്റെ കാൽക്കുലേഷൻ. അപ്പോൾ നമുക്ക് RFIൻ്റെ എത്ര എമൗണ്ട് 61,383 ആണെന്ന് കിട്ടും. പ്ലസ് ഫർണിഷ്ഡ് ആയതുകൊണ്ട് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ 1 ലാഖ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതിൻ്റെ 10% കൂടെ ആഡ് ചെയ്യണം. ടോട്ടൽ എത്രയാണ് റെൻറ്റ് ഫ്രീ ഹൗസിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് കിട്ടും. ദെൻ നേരത്തെ പറഞ്ഞതുപോലെ കുക്കിൻ്റെത്, ഗാർഡനറിൻ്റെത്, ഇലക്ട്രിസിറ്റി ചാർജസ് ഇതൊക്കെ ടോട്ടലി ആഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ദെൻ ഗ്രോസ് സാലറി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 കുറയ്ക്കുക. ഈ ക്വസ്റ്റ്യനിൽ എന്തില്ല, പ്രൊഫഷണൽ ടാക്സ് ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇത് കുറയ്ക്കേണ്ട ആവശ്യമില്ല. ടാക്സബിൾ സാലറി ആയി. ഇനി ക്യാപിറ്റൽ ഗെയിനിൽ ഒരു ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ഷെയർസ് വിറ്റിട്ടുള്ളത്, അത് 36,000 ആണ്. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടി. ഇനി ഡിഡക്ഷൻസ് ഉണ്ട്. ഡിഡക്ഷൻ എന്ന് പറയുമ്പോൾ എത്രയാണ്? ATCയിൽ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്തതുപോലെ തന്നെ 70,000 രൂപ എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ 70,000 നമുക്ക് ATCയിൽ ഡിഡക്ഷനായിട്ട് കുറയ്ക്കാം. സോ ടോട്ടൽ ഇൻകം 5,81,383 ആണ് ഇൻകം. റൗണ്ട് ചെയ്തിട്ട് എഴുതിയാൽ മതി, ടാക്സ് ആയതുകൊണ്ട്. ടാക്സ് ലയബിലിറ്റി നമ്മളിതിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല, ടോട്ടൽ ഇൻകം വരെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ.